+1 കെമിസ്ട്രിയിലെ ഫസ്റ്റ് യൂണിറ്റ് സം ബേസിക് കൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി. അതിൻ്റെ 4ാമത്തെ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു പെർസെൻറ്റേജ് കോമ്പോസിഷൻ, എംപിരിക്കൽ ഫോർമുല, മോളിക്കുലാർ ഫോർമുല, കാൽക്കുലേഷൻ എക്സെട്ര. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്റ്റോയിഷ്യോമെട്രി ആൻഡ് സ്റ്റോയിഷ്യോമെട്രിക് കാൽക്കുലേഷൻസ്. The word stoichiometry derived from two Greek words. Stoichion means elements and metron means measurement. ഇങ്ങനെയുള്ള രണ്ട് ഗ്രീക്ക് വേർഡ്സിൽ നിന്നാണ് സ്റ്റോയിഷ്യോമെട്രി എന്നുള്ള വേർഡ് കൊണ്ടുവന്നത്. സോ സ്റ്റോയിഷ്യോമെട്രി മീൻസ് എലമെൻറ്റ് മെഷർമെൻറ്റ്സ്. ഇൻ സ്റ്റോയിഷ്യോമെട്രിക് കാൽക്കുലേഷൻസ് it involves calculation of mass of particles, mass of reactants and products, number of reactants and products, and sometimes volume of reactants and products. ഒരു കെമിക്കൽ റിയാക്ഷനിലുള്ള റിയാക്റ്റൻസിൻ്റെയും പ്രോഡക്ട്സിൻ്റെയും മാസുകൾ റിലേറ്റ് ചെയ്യാം, വോളിയം റിലേറ്റ് ചെയ്യാം, നമ്പർ ഓഫ് പാർട്ടിക്കിൾസിനെ റിലേറ്റ് ചെയ്യാം. അങ്ങനെ ഡിഫറെൻറ്റ് ക്വാണ്ടിറ്റീസിനെ തമ്മിലുള്ള റിലേഷൻഷിപ്പ് അതാണ് നമ്മൾ സ്റ്റോയിഷ്യോമെട്രിക് കാൽക്കുലേഷനിൽ ഉദ്ദേശിക്കുക. So a balanced chemical equation is stoichiometric. What is a chemical equation? That is a symbolic representation of a chemical reaction in using different reactants and products. ഒരു രാസപ്രവർത്തനത്തിനെ ഡിഫറെൻറ്റ് സിമ്പിൾസ് ഉപയോഗിച്ച് എലമെൻറ്റിൻ്റെയും കോമ്പൗണ്ടിൻ്റെയും ഒക്കെ സിമ്പിൾസ് ഉപയോഗിച്ച് റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് കെമിക്കൽ ഇക്വേഷൻ. ഇനി ഒരു ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ അത് സ്റ്റോയിഷ്യോമെട്രിക് ആണ്, കാൽക്കുലേഷൻസിന് യൂസ് ചെയ്യാം. അതിൽ നിന്ന് നമുക്ക് ധാരാളം ഇൻഫർമേഷൻസ് കിട്ടും. What are the important informations obtained from a balanced equation? ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷനിൽ നിന്നും നമുക്കതിൽ ഇൻവോൾവ് ചെയ്യുന്ന റിയാക്റ്റൻസും പ്രോഡക്ട്സും ഒക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയും. ഏതൊക്കെ എലമെൻറ്റ്സ് അതിൽ ഇൻവോൾവ് ചെയ്യുന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റും. അതുപോലെ അതിൻ്റെ ഫിസിക്കൽ സ്റ്റേറ്റ്, ബാലൻസ്ഡ് ഇക്വേഷനിൽ ഫിസിക്കൽ സ്റ്റേറ്റ് റെപ്രസെൻ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതിൽ നിന്നും ഓരോ റിയാക്റ്റൻറ്റും പ്രോഡക്റ്റും ഏത് ഫിസിക്കൽ സ്റ്റേറ്റിലാണെന്നുള്ളത് കണ്ടുപിടിക്കാം. ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷനിൽ നിന്നും ഡിഫറെൻറ്റ് കാൽക്കുലേഷൻസ് നടത്താം. നമുക്കൊരു എക്സാമ്പിൾ ഉപയോഗിച്ചത് പറയാം. സ്റ്റോയിഷ്യോമെട്രിക് കാൽക്കുലേഷൻസ്, ഒരു ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷനിൽ നിന്ന് കിട്ടുന്ന ഇമ്പോർട്ടൻറ്റ് ഇൻഫർമേഷൻസ്. കൺസിഡർ ദി എക്സാമ്പിൾ CH4 plus 2O2 gives CO2 plus 2H2O. ഇവിടെ എല്ലാ റിയാക്റ്റൻസും പ്രോഡക്ട്സും ഗ്യാസാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഗേഷ്യസ് റിയാക്ഷൻ എടുക്കുന്നു. ഇതിൽ നിന്നും നമുക്ക് കിട്ടുന്ന ഇമ്പോർട്ടൻറ്റ് ഇൻഫർമേഷൻസ്. അപ്പോൾ അതിൽ റിയാക്റ്റൻസും പ്രോഡക്ട്സും ഏതാണെന്നുള്ളത് അറിയാം, ഫിസിക്കൽ സ്റ്റേറ്റ് അറിയാം. അതുകൂടാതെ നമുക്ക് കിട്ടുന്ന ഇമ്പോർട്ടൻറ്റ് ഇൻഫർമേഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. വെൻ വി ആർ ടേക്കിംഗ് നമ്പർ ഓഫ് മോൾസ്, ഇതിൻ്റെ നമ്പർ ഓഫ് മോൾസ് തമ്മിലുള്ള റിലേഷൻ നോക്കാം. ഈ റിയാക്ഷനിലുള്ള റിയാക്റ്റൻസിൻ്റെയും പ്രോഡക്ട്സിൻ്റെയും നമ്പർ ഓഫ് മോൾസ് എങ്ങനെ റിലേറ്റ് ചെയ്യുന്നു നോക്കാം. ഇത് 1 മോൾ CH4 ആണ് എടുക്കുന്നതെങ്കിൽ എത്ര മോൾ ഓക്സിജനുമായിട്ടാണ് അത് കമ്പൈൻ ചെയ്യുക? ബാലൻസ് ഇക്വേഷൻ അനുസരിച്ച് ഒരു CH4 2 ഓക്സിജനുമായിട്ടാണ്. അപ്പോൾ 1 മോൾ CH4 എടുത്താൽ ഇറ്റ് കമ്പൈൻസ് വിത്ത് 2 മോൾ ഓക്സിജൻ, ഗിവിങ് ഹൗ മെനി മോൾസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്? ഇവിടെ 1 ആണ് ഇതിൻ്റെ കോഎഫിഷ്യൻറ്റ്. സോ 1 മോൾ CO2 ആൻഡ് 2 മോൾ H2O. So we can relate the number of moles of reactants and products. 1 mole methane combines with 2 mole oxygen giving 1 mole CO2 and 2 mole H2O. അപ്പോൾ മോൾസിനെ തമ്മിൽ റിലേറ്റ് ചെയ്യുക. ദെൻ അതുപോലെ മോളിക്യൂൾസ്, മോളിന് പകരം ഇഫ് യു ആർ ടേക്കിംഗ് മോളിക്യൂൾസ്, 1 മോളിക്യൂൾ CH4 ആണ് എടുക്കുന്നതെങ്കിൽ എത്ര മോളിക്യൂൾ ഓക്സിജനുമായിട്ടാണ് റിയാക്ട് ചെയ്യുക? 2 മോളിക്യൂൾ ഓക്സിജൻ ഗിവിങ് 1 മോളിക്യൂൾ CO2 ആൻഡ് 2 മോളിക്യൂൾ ഓഫ് H2O. ഇനി ഇതിന് പകരം നമുക്ക് വേണമെങ്കിൽ അവഗാഡ്രോ നമ്പർ ഉപയോഗിച്ചും ചെയ്യാം. 1 മോൾ മീഥൈൻ എന്ന് പറഞ്ഞാൽ അവഗാഡ്രോ നമ്പർ ഓഫ് മീഥൈൻ മോളിക്യൂൾസ് ആണ്. അപ്പോൾ 6.022 × 10⁻23 CH4 ആണെങ്കിൽ ദാറ്റ് റിയാക്ട് വിത്ത് 2 × അവഗാഡ്രോ നമ്പർ ഓഫ് ഓക്സിജൻ, 2 times Na ഓഫ് ഓക്സിജൻ, ഫോമിങ് അവഗാഡ്രോ നമ്പർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് 2 times അവഗാഡ്രോ നമ്പർ ഓഫ് വാട്ടർ. അങ്ങനെ മോളിക്യൂൾസിൻ്റെ എണ്ണത്തിന് നമുക്ക് റിലേറ്റ് ചെയ്യിക്കാൻ കഴിയും. നമ്പർ ഓഫ് മോൾസിനെ റിലേറ്റ് ചെയ്യാം, നമ്പർ ഓഫ് മോളിക്യൂൾസിനെയും റിലേറ്റ് ചെയ്യിക്കാം. ഇനി മാസുകൾ തമ്മിലുള്ള റിലേഷൻ എന്താണ് ഈ റിയാക്റ്റൻസിൻ്റെയും പ്രോഡക്ട്സിൻ്റെയും? ഇപ്പോൾ 1 മോൾ മീഥൈൻ ആണെങ്കിൽ അതിൻ്റെ മാസ് എത്രയാണ്? 16 ഗ്രാം, മോളിക്കുലാർ മാസ് 16. അത് എത്ര ഗ്രാം ഓക്സിജനുമായാണ് കമ്പൈൻ ചെയ്യാം? 2 മോൾ ഓക്സിജൻ എന്ന് പറയുമ്പോൾ 64 ഗ്രാം ഓക്സിജനുമായി കമ്പൈൻ ചെയ്യുന്നു.
So 16 gram methane combines with 64 gram of oxygen and it gives 44 gram CO2 and 2 into 18. H2 molecular mass 18 ആണ്. അപ്പോൾ 2 H2O വരുമ്പോൾ 36 gram H2O. So the masses of reactants and products can be related. അതുപോലെ in gaseous reactions we can relate the volume of reactants and products. CH4ൻ്റെ വോളിയം 1 mol CH4 ആണെങ്കിൽ അതിൻ്റെ വോളിയം 22.4 ലിറ്റർ CH4 ആണ്. അപ്പോൾ നമ്മൾ 22.4 ലിറ്റർ മീഥെയിൻ ആണ് എടുക്കുന്നതെങ്കിൽ എത്ര ഓക്സിജനുമായിട്ടാണ് ഇത് കമ്പൈൻ ചെയ്യുക? 2 into 22.4 liter, that is 44.8 liter of oxygen. That gives 22.4 liter CO2 and 2 times molar volume, അല്ലെങ്കിൽ 44.8 liter H2O. അപ്പോൾ എന്താണ് വോളിയത്തിൻ്റെ റിലേഷൻ? എന്താണ്? 22.4 liter methane react with 44.8 liter oxygen forming 22.4 liter CO2 and 44.8 liter H2O. That is relationship between their volumes. അപ്പോൾ ഇങ്ങനെ നമ്പർ ഓഫ് മോൾസിനെ, മോളിക്യൂൾസിനെ, മാസിനെ, വോളിയത്തിനെ ഒക്കെ പരസ്പരം റിലേറ്റ് ചെയ്യും. ഇങ്ങനെയുള്ള കാൽക്കുലേഷൻസിനാണ് സ്റ്റോയിഷ്യോമെട്രിക് കാൽക്കുലേഷൻസ് എന്ന് പറയുക. ഒരു ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷനിൽ നിന്നും നമുക്ക് ഡിഫറെൻറ്റ് ക്വാണ്ടിറ്റീസിനെ തമ്മിൽ റിലേറ്റ് ചെയ്യിക്കാം. Such calculation is called stoichiometric calculations. Calculations in a balanced chemical equation. ഇനി ഈ സ്റ്റോയിഷ്യോമെട്രിക് കാൽക്കുലേഷനിൽ ഇപ്പോൾ നമ്മൾ നമ്പർ ഓഫ് മോൾസിനെ തമ്മിൽ റിലേറ്റ് ചെയ്യുന്നു, മാസിനെ റിലേറ്റ് ചെയ്യുന്നു, വോളിയത്തിനെ റിലേറ്റ് ചെയ്യുന്നു. ആൻഡ് യൂസിങ് ദിസ് ഡിഫറെൻറ്റ് റിലേഷൻസ് വി ക്യാൻ റിലേറ്റ് മാസ് ആൻഡ് വോളിയം. മാസിനെയും വോളിയത്തിനെയും തമ്മിലും റിലേറ്റ് ചെയ്യാം, നമ്പർ ഓഫ് പാർട്ടിക്കിൾസിനെയും മാസിനെയും റിലേറ്റ് ചെയ്യാം. അങ്ങനെ ഈ ക്വാണ്ടിറ്റീസിനെ പരസ്പരം റിലേറ്റ് ചെയ്യാം. സപ്പോസ് വി ഹാവ് ടു ഫൈൻഡ് ഔട്ട്, കാൽക്കുലേറ്റ് ദി മാസ് ഓഫ് ഹൗ മെനി മോൾസ് ഓഫ് മീഥെയിൻ ഈസ് റിക്വയർഡ് ടു പ്രൊഡ്യൂസ് 36 gram വാട്ടർ. എന്നാണ് ഒരു ക്വസ്റ്റ്യൻ. ഹൗ മെനി മോൾസ് ഓഫ് മീഥെയിൻ ഈസ് റിക്വയർഡ് ടു പ്രൊഡ്യൂസ് 36 gram ഓഫ് വാട്ടർ ഓൺ കമ്പസ്റ്റൻ. മീഥെയിൻ ഓക്സിജനുമായിട്ടുള്ള റിയാക്ഷൻ കമ്പസ്റ്റൻ എന്ന് പറയും. അപ്പോൾ മീഥെയിന് എത്ര മോൾ മീഥെയിൻ വേണം 36 gram വാട്ടർ കമ്പസ്റ്റനിലൂടെ പ്രൊഡ്യൂസ് ചെയ്യാൻ? എത്ര വേണം? 36 gram ആണ് ഇവിടെ വാട്ടർ ഉണ്ടാവുന്നത്. എത്ര മോൾ മീഥെയിനാണ് എടുത്തത്? 1 mol മീഥെയിൻ. സോ 1 mol മീഥെയിൻ ഗീവ്സ് 36 gram ഓഫ് വാട്ടർ. അത് നമുക്ക് ഈ റിലേഷനിൽ നിന്നും ബാലൻസ് ഇക്വേഷനിൽ നിന്നും ഡയറക്റ്റ് പറയാൻ പറ്റും. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: കാൽക്കുലേറ്റ് ദി വോളിയം ഓഫ് ഓക്സിജൻ റിക്വയർഡ് ഫോർ ദി കംപ്ലീറ്റ് കമ്പസ്റ്റൻ ഓഫ് 16 gram ഓഫ് മീഥെയിൻ. 16 gram മീഥെയിൻ കംപ്ലീറ്റ് കമ്പസ്റ്റ് ചെയ്യാൻ ആവശ്യമായ ഓക്സിജൻ്റെ വോളിയം എന്തുവരും? 16 gram മീഥെയിൻ, 1 mol മീഥെയിൻ എന്ന് പറഞ്ഞാൽ 16 gram ആണ്. അത് കമ്പസ്റ്റ് ചെയ്യാൻ എത്ര വോളിയം ഓക്സിജനാണ് ഉപയോഗിക്കുന്നത്? 44.8 ലിറ്റർ ഓക്സിജൻ. ഈ മീഥെയിൻ കംപ്ലീറ്റ് കമ്പസ്റ്റ് ചെയ്യണമെങ്കിൽ 44.8 ലിറ്റർ ഓക്സിജൻ വേണം. അപ്പോൾ ഈ ഇക്വേഷനിൽ നമുക്ക് ഡിഫറെൻറ്റ് ക്വാണ്ടിറ്റീസിനെ തമ്മിൽ കമ്പയർ ചെയ്യാം. ഹൗ മെനി മോൾസ് ഓഫ് മീഥെയിൻ ആർ റിക്വയർഡ് ടു ഒബ്റ്റെയിൻ 22 gram ഓഫ് CO2 ആഫ്റ്റർ കമ്പസ്റ്റൻ. കമ്പസ്റ്റ് ചെയ്തതിന് ശേഷം 22 gram CO2 കിട്ടാൻ എത്ര മോൾ മീഥെയിൻ കമ്പസ്റ്റ് ചെയ്യണം? എങ്ങനെ കണ്ടുപിടിക്കും? നമ്മൾ ഇക്വേഷൻ അനുസരിച്ച് 1 mol മീഥെയിൻ ഗീവ്സ് 44 gram CO2. 1 mol മീഥെയിൻ കമ്പസ്റ്റ് ചെയ്താൽ 44 gram. 1 mol CH4 gives 44 gram CO2 after combustion. അങ്ങനെയാകുമ്പോൾ 22 gram CO2 കിട്ടണമെങ്കിൽ എത്ര മോൾ മീഥെയിൻ എടുക്കേണ്ടി വരും? 1 mol മീഥെയിന് 44 gram CO2 തരുന്നു. സോ 22 gram CO2 റിക്വയർസ് 0.5 mol അല്ലെങ്കിൽ 0.5 mol മീഥെയിൻ. 0.5 mol ഓഫ് മീഥെയിൻ ഈസ് റിക്വയർഡ് ടു ഒബ്റ്റെയിൻ 22 gram ഓഫ് CO2. അപ്പോൾ അതുപോലെ നമുക്ക് ഏത് ക്വാണ്ടിറ്റീസിനെയും ഇങ്ങനെ റിലേറ്റ് ചെയ്യിക്കാൻ കഴിയും. ബാലൻസ്ഡ് ഇക്വേഷനിൽ നിന്നും അതിൻ്റെ മാസ്, വോളിയം, നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഒക്കെ പരസ്പരം റിലേറ്റ് ചെയ്യിക്കാൻ കഴിയും. സച്ച് കാൽക്കുലേഷൻ ഈസ് കോൾഡ് സ്റ്റോയിഷ്യോമെട്രിക് കാൽക്കുലേഷൻ. നെക്സ്റ്റ്, ലിമിറ്റിംഗ് റിയേജൻറ്റ് ഓർ ലിമിറ്റിംഗ് റിയാക്റ്റൻറ്റ്. ഇൻ മെനി കെമിക്കൽ റിയാക്ഷൻസ് ദി എമൗണ്ട് ഓഫ് റിയാക്റ്റൻറ്റ്സ് മേ നോട്ട് ബി ഓൾവേസ് ബാലൻസ്ഡ്. പലപ്പോഴും കെമിക്കൽ റിയാക്ഷൻ നടത്തുമ്പോൾ നമുക്ക് ബാലൻസ്ഡ് ആയിട്ടുള്ള എമൗണ്ടിൽ തന്നെ റിയാക്റ്റൻസ് എടുക്കണമെന്നില്ല.
അതായത് റിയാക്റ്റൻ്റ് കംപ്ലീറ്റ് യൂസ് ചെയ്യുന്ന രീതിയിൽ റിയാക്റ്റൻസ് എടുക്കണമെന്നില്ല. നമുക്ക് ഏത് എമൗണ്ടിലും റിയാക്റ്റൻസിനെ തമ്മിൽ മിക്സ് ചെയ്യാം. അപ്പോൾ അതിൽ നിന്നും എത്ര പ്രോഡക്റ്റ് ഫോം ചെയ്യുന്നു, നമ്മൾ എടുക്കുന്ന എമൗണ്ടിനനുസരിച്ചാണ് പ്രോഡക്റ്റ് ഉണ്ടാവുക. അപ്പോൾ എത്ര പ്രോഡക്റ്റ് ഫോം ചെയ്യുന്നു, അതിൽ ഏത് റിയാക്റ്റൻ്റാണ് പ്രോഡക്റ്റിൻ്റെ എമൗണ്ട് ഡിസൈഡ് ചെയ്യുക. അതൊക്കെയാണ് നമ്മൾ ലിമിറ്റിംഗ് റിയാക്റ്റൻറ്റിൽ പഠിക്കുക. അതായത് ഏത് അളവിലും നമുക്ക് റിയാക്റ്റൻസ് എടുക്കാം. അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന റിയാക്റ്റൻറ്റിൻ്റെ അളവിനനുസരിച്ച് എത്ര പ്രോഡക്റ്റ് ഉണ്ടാവും, അതിനെ ലിമിറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ആ പ്രോഡക്റ്റിൻ്റെ അളവ് ഡിസൈഡ് ചെയ്യുന്ന റിയാക്റ്റൻ്റ് എന്താണ്, അതാണ് നമ്മൾ ലിമിറ്റിംഗ് റിയാക്റ്റൻറ്റിൽ പഠിക്കുക. ഒരു എക്സാമ്പിൾ, സപ്പോസ് വി ടേക്ക് 10 mole hydrogen and 10 mole oxygen to form water. ഇത് കമ്പൈൻ ചെയ്ത് വാട്ടർ ഫോം ചെയ്യണം. 10 mole ഹൈഡ്രജനും 10 mole ഓക്സിജനും കമ്പൈൻ ചെയ്ത് വാട്ടർ ഫോം ചെയ്യണം. പറഞ്ഞാൽ എത്ര എമൗണ്ട് വാട്ടർ ഉണ്ടാവും, അതിലേത് റിയാക്റ്റൻ്റ് ആണ് വാട്ടറിൻ്റെ അളവിനെ ഡിസൈഡ് ചെയ്യുക, അതാണ് നമ്മൾ നോക്കുക. 10 mole hydrogen and 10 mole oxygen combines forming water. What is the balanced equation for the combination of hydrogen and oxygen to form water? ഹൈഡ്രജനും ഓക്സിജനും ചേർന്ന് വാട്ടർ ഉണ്ടാകുന്നതിൻ്റെ ബാലൻസ്ഡ് ഇക്വേഷൻ എങ്ങനെ എഴുതാം? 1 mole വാട്ടറാണ് ഫോം ചെയ്യുന്നതെങ്കിൽ ഇങ്ങനെ എഴുതാം, H2 plus half O2 gives H2O. H2 plus half O2 gives H2O. അല്ലെങ്കിൽ ഇങ്ങനെ എഴുതാം, 2H2 plus O2 gives 2H2O എന്ന് എഴുതാം. അപ്പോൾ നമുക്കിവിടെ 1 mole വാട്ടർ ഫോം ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ എഴുതാം, H2 plus half O2 gives H2O. ഇവിടെ ഇതാണ് ഇതിൻ്റെ ബാലൻസ്ഡ് ഇക്വേഷൻ. അതായത് ഈ എമൗണ്ടിൽ ഹൈഡ്രജനും ഓക്സിജനും മിക്സ് ചെയ്താൽ അത് രണ്ടും കംപ്ലീറ്റ് റിയാക്ട് ചെയ്ത് വാട്ടറായിട്ട് മാറും. ഹൈഡ്രജൻ്റെ പകുതി ഓക്സിജൻ എടുത്താൽ അത് രണ്ടും കംപ്ലീറ്റ് റിയാക്ട് ചെയ്ത് ഫുൾ എമൗണ്ട് വാട്ടറായിട്ട് ചേഞ്ച് ചെയ്യും. നമ്മളിവിടെ എടുക്കുന്നത് നമുക്ക് ഏത് അളവിലും ഹൈഡ്രജനും ഓക്സിജനും മിക്സ് ചെയ്യാം. ഫസ്റ്റ് വി ടേക്ക് 10 mole ഹൈഡ്രജൻ ആൻഡ് 10 mole ഓക്സിജൻ ടു ഫോം വാട്ടർ. അപ്പോൾ ഇത് രണ്ടും 10 mole വീതം എടുത്താൽ എത്ര വാട്ടർ ഉണ്ടാകാൻ പറ്റും? ഓക്കെ, ബാലൻസ്ഡ് ഇക്വേഷൻ അനുസരിച്ച് ഇക്വേഷൻ അനുസരിച്ച് 1 mole ഹൈഡ്രജൻ റിക്വയർസ് ഹൗ മെനി മോൾസ് ഓഫ് ഓക്സിജൻ ഫോർ കംപ്ലീറ്റ് റിയാക്ഷൻ. ബാലൻസ്ഡ് ഇക്വേഷനിൽ കംപ്ലീറ്റ് റിയാക്ട് ചെയ്യും. അങ്ങനെയാണെങ്കിൽ 1 mole ഹൈഡ്രജന് എത്ര മോൾ ഓക്സിജൻ വേണം കംപ്ലീറ്റ് റിയാക്ട് ചെയ്യാൻ? ഹാഫ് മോൾ ഓക്സിജൻ മതി. 1 mole ഹൈഡ്രജൻ മുഴുവൻ റിയാക്ട് ചെയ്യാൻ ഹാഫ് മോൾ ഓക്സിജൻ മതി. അപ്പോൾ ഹൈഡ്രജൻ എത്ര എടുത്തിരുന്നാലും അതിൻ്റെ പകുതി ഓക്സിജൻ മതി അത് രണ്ടും കംപ്ലീറ്റ് റിയാക്ട് ചെയ്യാൻ. ഹൈഡ്രജൻ്റെ പകുതി ഓക്സിജൻ മതി രണ്ടും കംപ്ലീറ്റ് റിയാക്ട് ചെയ്ത് പ്രോഡക്റ്റ് ആവാൻ. അപ്പോൾ നമ്മളിവിടെ എടുത്തിരിക്കുന്നത് എന്താണ്? 10 mole ഹൈഡ്രജനും 10 mole ഓക്സിജനും. അപ്പോൾ ഇത് രണ്ടും കംപ്ലീറ്റ് റിയാക്ട് ചെയ്യുന്നുണ്ടോ? ഇല്ല. ഈ 10 mole ഹൈഡ്രജന് 5 mole ഓക്സിജൻ മതി കംപ്ലീറ്റ് റിയാക്ഷന്. അപ്പോൾ 10 mole ഹൈഡ്രജൻ 5 mole ഓക്സിജനുമായി ചേർന്ന് എത്ര മോൾ വാട്ടർ ഉണ്ടാവും? 10 mole ഹൈഡ്രജൻ റിക്വയർസ് ഹൗ മെനി മോൾസ് ഓഫ് ഓക്സിജൻ? 5 mole ഓക്സിജൻ ഉള്ളി. ഫോമിങ് ഹൗ മെനി മോൾസ് ഓഫ് വാട്ടർ? ഒരു ഹൈഡ്രജൻ 1 mole വാട്ടറാണ് ഉണ്ടാക്കുക. അപ്പോൾ 10 mole ഹൈഡ്രജൻ റിക്വയർസ് 5 mole ഓക്സിജൻ ആൻഡ് ഇറ്റ് ഫോംസ് 10 mole വാട്ടർ. 10 mole hydrogen requires 5 mole oxygen to give 10 mole of water. So when we take 10 mole hydrogen and 10 mole oxygen to form water, it uses only 5 mole of oxygen for complete reaction of hydrogen. നമ്മൾ എടുത്ത 10 mole ഹൈഡ്രജനും റിയാക്ട് ചെയ്യാൻ 5 mole ഓക്സിജൻ മതി. എത്ര മോൾ വാട്ടർ ഉണ്ടാവും? 10 mole വാട്ടർ ഫോം ചെയ്യും. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ റിയാക്ഷൻ നടക്കുമോ? ഓക്സിജൻ പിന്നെയും ബാക്കിയുണ്ട്, പക്ഷേ ഹൈഡ്രജൻ മുഴുവൻ റിയാക്ട് ചെയ്ത് പോയി. അപ്പോൾ പിന്നെ റിയാക്ഷൻ നടക്കില്ല. സോ വിച്ച് റിയാക്റ്റൻറ്റ് ഡിസൈഡ്സ് ദി എമൗണ്ട് ഓഫ് പ്രോഡക്റ്റ് ഫോംസ്? ഇവിടെ എത്ര പ്രോഡക്റ്റ് ഉണ്ടാവണമെന്ന് തീരുമാനിക്കുന്നത് ആരാണ്? ഹൈഡ്രജൻ ഡിസൈഡ്സ് ദി എമൗണ്ട് ഓഫ് പ്രോഡക്റ്റ് ഫോംസ്. കാരണം ഹൈഡ്രജൻ തീർന്നുപോയി, മുഴുവനും റിയാക്ട് ചെയ്തത് ഹൈഡ്രജനാണ്. അതിനനുസരിച്ചേ പ്രോഡക്റ്റ് ഉണ്ടാവുന്നുള്ളൂ. ഒരു റിയാക്ഷനിൽ ഏത് റിയാക്റ്റൻ്റ് ആണോ മുഴുവനും യൂസ് ചെയ്യപ്പെടുക അതാണ് പ്രോഡക്റ്റിൻ്റെ എമൗണ്ട് ലിമിറ്റ് ചെയ്യുക. കാരണം ആ റിയാക്റ്റൻ്റ് തീർന്നു കഴിഞ്ഞാൽ പിന്നെ റിയാക്ഷൻ നടക്കില്ല. അപ്പോൾ എത്ര റിയാക്റ്റൻ്റ് ഉണ്ടോ അതിനനുസരിച്ചാണ് പ്രോഡക്റ്റ് ഉണ്ടാവുക. സോ ഹിയർ ഹൈഡ്രജൻ ഈസ് ഫുള്ളി കൺസ്യൂംഡ് ആൻഡ് ഇറ്റ് ഡിസൈഡ്സ് ദി എമൗണ്ട് ഓഫ് പ്രോഡക്റ്റ് ഫോംസ് ഓർ ഇറ്റ് ലിമിറ്റ്സ് ദി എമൗണ്ട് ഓഫ് പ്രോഡക്റ്റ് ഫോംസ്. സോ ഇറ്റ് ഈസ് കോൾഡ് ലിമിറ്റിംഗ് റിയാക്റ്റൻറ്റ്സ് ഓർ ലിമിറ്റിംഗ് റിയേജൻറ്റ്സ്. So here hydrogen is the limiting reagents.
എന്തുകൊണ്ടാണ് ഹൈഡ്രജനെ ലിമിറ്റിംഗ് റിയേജൻ്റ് എന്ന് പറയുക? ഹൈഡ്രജൻ ഈസ് ഫുള്ളി കൺസ്യൂംഡ് ഇൻ ദ റിയാക്ഷൻ ആൻഡ് ഇറ്റ് ലിമിറ്റ്സ് ദി എമൗണ്ട് ഓഫ് പ്രോഡക്റ്റ് ഫോംഡ് ഇൻ ദ റിയാക്ഷൻ. സോ ഇറ്റ് ഈസ് കോൾഡ് ലിമിറ്റിംഗ് റിയേജൻറ്റ്സ്. അപ്പോൾ ഇത്രയും ഹൈഡ്രജനും ഓക്സിജനും കൂടി 10 മോൾ വീതം മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ റിയാക്ഷൻ കഴിഞ്ഞ് 10 മോൾ വാട്ടർ ഉണ്ടായി. പിന്നെ എന്താണ് ബാക്കി റിയാക്ഷൻ മിക്സറിൽ എന്തുണ്ടാവും? 5 മോൾ ഓക്സിജൻ ബാക്കിയുണ്ട്. പക്ഷേ പിന്നെ റിയാക്ഷൻ കണ്ടിന്യൂ ചെയ്യുന്നില്ല. അപ്പോൾ നമുക്ക് പറയാം ഏതൊരു റിയാക്ഷനിലും ആദ്യം മുഴുവനായിട്ടും യൂസ് ചെയ്യപ്പെടുന്ന റിയാക്റ്റൻ്റാണ് അതിൻ്റെ ലിമിറ്റിംഗ് റിയാക്റ്റൻ്റ്. അതാണ് പ്രോഡക്റ്റിൻ്റെ എമൗണ്ടിനെ ലിമിറ്റ് ചെയ്യുക. The fully consumed reactant is limiting the amount of product formed. That is called limiting reactants. ഇനി ഹൈഡ്രജനും ഓക്സിജനും റിയാക്ട് ചെയ്ത് വാട്ടർ ഉണ്ടാകുമ്പം എപ്പോഴും ഹൈഡ്രജൻ ആയിരിക്കുമോ ലിമിറ്റിംഗ് റിയാക്റ്റൻ്റ്? ഇപ്പം നമ്മൾ പറഞ്ഞതിൽ ഹൈഡ്രജനാണ് ലിമിറ്റിംഗ് റിയാക്റ്റൻ്റ്. പക്ഷേ വാട്ടറിൻ്റെ ഫോർമേഷനിൽ എപ്പോഴും ഹൈഡ്രജൻ ആയിരിക്കുമോ ലിമിറ്റിംഗ് റിയാക്റ്റൻ്റ്? അതെന്തിനാണ് ഡിപ്പെൻഡ് ചെയ്യാം? ലിമിറ്റിംഗ് റിയാക്റ്റൻ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദി എമൗണ്ട് ഓഫ് റിയാക്റ്റൻ്റ് ടേക്കൺ. ഒരു റിയാക്ഷനിൽ എപ്പോഴും ഒരു റിയാക്റ്റൻ്റ് ലിമിറ്റിംഗ് ആവണമെന്നില്ല. നമ്മൾ എത്ര റിയാക്റ്റൻസ് വീതം എടുത്തു അതിനനുസരിച്ചാണ് ലിമിറ്റിംഗ് റിയാക്റ്റൻ്റ് വരിക. മുഴുവനും ഉപയോഗിക്കപ്പെടുന്ന റിയാക്റ്റൻ്റാണ് ലിമിറ്റിംഗ് റിയാക്റ്റൻ്റ്. അത് ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്താണ്? നമ്മൾ എടുത്തിരിക്കുന്ന എമൗണ്ടിനെയാണ്. അപ്പോൾ വാട്ടറിൻ്റെ ഫോർമേഷനിൽ എപ്പോഴും ഹൈഡ്രജൻ ആയിരിക്കില്ല ലിമിറ്റിംഗ് റിയാക്റ്റൻ്റ്. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദി എമൗണ്ട് ഓഫ് ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ ദാറ്റ് ആർ ടേക്കൺ ടു ഫോം വാട്ടർ. വേറൊരു കേസ് നോക്കാം. Suppose we take 12 mole hydrogen and 5 mole oxygen to form water. 12 mole ഹൈഡ്രജനും 5 mole ഓക്സിജനും കൂടി എടുത്ത് വാട്ടർ ഉണ്ടാക്കുന്നു. ബാലൻസ് ഇക്വേഷൻ അനുസരിച്ച് 1 mole ഹൈഡ്രജൻ റിക്വയർസ് half mole oxygen for complete reaction. ഹൈഡ്രജൻ എത്ര എടുത്താലും അതിൻ്റെ പകുതി ഓക്സിജൻ മതി അത് കംപ്ലീറ്റ് റിയാക്ട് ചെയ്യാൻ. അപ്പോൾ നമുക്കിവിടെ എടുത്തിട്ടുള്ളത് 12 മോൾ ഹൈഡ്രജനാണ്. ഈ ഹൈഡ്രജൻ മുഴുവൻ റിയാക്ട് ചെയ്യണമെങ്കിൽ എത്ര ഓക്സിജൻ വേണം? ഇതിൻ്റെ പകുതി അല്ലേ? 12 മോൾ ഹൈഡ്രജൻ്റെ പകുതി എത്രയാണ്? ഇറ്റ് റിക്വയർസ് 6 മോൾ ഓക്സിജൻ ഫോർ കംപ്ലീറ്റ് റിയാക്ഷൻ. ദിസ് ഹൈഡ്രജൻ റിക്വയർസ് 6 മോൾ ഓക്സിജൻ ഫോർ കംപ്ലീറ്റ് റിയാക്ഷൻ. പക്ഷേ ഇവിടെ എത്രയേ ഉള്ളൂ? only 5 മോൾ ഓക്സിജൻ ഈസ് ടേക്കൺ. നമ്മളെടുത്തത് 5 മോളേ ഉള്ളൂ. ഈ ഹൈഡ്രജൻ മുഴുവൻ റിയാക്ട് ചെയ്യണമെങ്കിൽ അതിന് 6 മോൾ ഓക്സിജൻ വേണം. ഈ ഹൈഡ്രജനും ഓക്സിജനും തമ്മിൽ റിയാക്ട് ചെയ്യുമ്പോൾ ഈ 5 മോൾ ഓക്സിജനും റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ റിയാക്ഷൻ നടക്കില്ല. അപ്പോൾ അതിനനുസരിച്ച് വാട്ടർ ഉണ്ടാവും. 5 മോൾ ഓക്സിജൻ എത്ര മോൾ ഹൈഡ്രജനുമായിട്ടാണ് റിയാക്ട് ചെയ്യുക? ബാലൻസ് ഇക്വേഷൻ അനുസരിച്ച് ഇത് 5 മോളാണ് എടുക്കുന്നതെങ്കിൽ ഹൈഡ്രജൻ എത്ര ഉണ്ടാവും? 10 മോൾസ്. So 5 mole oxygen react with 10 mole hydrogen giving how many moles of water? ഇവിടെ ഓക്സിജനാണ് ലിമിറ്റിംഗ് റിയേജൻറ്റ്. കാരണം അതാണ് ആദ്യം കൺസ്യൂം ചെയ്യപ്പെടുക. മുഴുവനായിട്ട് തീർന്നു പോകുന്നത് ഓക്സിജനാണ്. അതിനനുസരിച്ചേ പ്രോഡക്റ്റ് ഉണ്ടാവുന്നുള്ളൂ. ഇവിടെ നമ്മൾ 5 മോൾ ഓക്സിജനാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ എത്ര മോൾ വാട്ടർ ഉണ്ടാവും? ബാലൻസ് ഇക്വേഷനിൽ അത് തമ്മിലുള്ള റിലേഷൻ നോക്കുക. ഹാഫ് മോൾ ഓക്സിജൻ ഗീവ്സ് 1 മോൾ വാട്ടർ. ബാലൻസ് ഇക്വേഷനിൽ ഹാഫ് മോൾ ഓക്സിജൻ ഗീവ്സ് 1 മോൾ വാട്ടർ. So 5 mole oxygen gives how many moles of water? അതിൻ്റെ ഇരട്ടി 10 mole water is formed. ഇവിടെയും 10 mole H2O ആണ് ഫോം ചെയ്യുക. 5 mole oxygen gives 10 mole of water. ഈ ഒരു പ്രൊപ്പോർഷനിൽ നമ്മൾ ഹൈഡ്രജനും ഓക്സിജനും മിക്സ് ചെയ്താൽ എത്ര മോൾ വാട്ടർ ഫോം ചെയ്യും? 10 മോൾ വാട്ടർ. ഇവിടെ ഏതാണ് ലിമിറ്റിംഗ് റിയേജൻറ്റ്? ഓക്സിജൻ ഈസ് ലിമിറ്റിംഗ് റിയേജൻറ്റ്. ഓക്സിജൻ ഈസ് ഫുള്ളി കൺസ്യൂംഡ്. And how many moles of hydrogen is left behind after the reaction? റിയാക്ഷൻ കംപ്ലീറ്റ് ആയാൽ എത്ര ഹൈഡ്രജൻ ബാക്കി ഉണ്ടാവും? ഇവിടെ നമ്മൾ 12 മോളാണ് എടുത്തത്. അതിൽ എത്രയായിട്ട് അത് റിയാക്ട് ചെയ്യാം? ഓക്സിജൻ 10 മോളുമായി റിയാക്ട് ചെയ്യും. ബാക്കി 2 മോൾ ഹൈഡ്രജൻ ഈസ് ലെഫ്റ്റ് ബിഹൈൻഡ്. റിയാക്ഷൻ കഴിഞ്ഞാലും 2 മോൾ ഹൈഡ്രജൻ ബാക്കി ഉണ്ടാവും. അപ്പോൾ അതാണ് ലിമിറ്റിംഗ് റിയാക്റ്റൻസ്. മനസ്സിലായില്ലേ ലിമിറ്റിംഗ് റിയാക്റ്റൻ്റ് എന്താണെന്നുള്ളത്? വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ലിമിറ്റിംഗ് റിയാക്റ്റൻ്റ്. ഒരു റിയാക്ഷനിൽ the reactant or reagent that is fully consumed and it limits the amount of product formed in the reaction. That is called limiting reactants. The reactant that is fully consumed in a reaction is called limiting reactants. Why it is called limiting reactants? Since it limits the amount of product formed in the reaction. In a reaction,
the limiting reactant is decided by the amount of reactant taken. നമ്മൾ എത്ര റിയാക്റ്റൻ്റ് വീതം എടുത്തു എന്നുള്ളതിനനുസരിച്ചാണ് ലിമിറ്റിംഗ് റിയാക്റ്റൻ്റ് വരിക. ഒരു റിയാക്ഷനിൽ എപ്പോഴും ഒരു റിയാക്റ്റൻ്റ് തന്നെ ആയിരിക്കില്ല ലിമിറ്റിംഗ് റിയാക്റ്റൻ്റ്. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദി എമൗണ്ട് ഓഫ് റിയാക്റ്റൻസ് ടേക്കൻ. അതാണ് 10 മോൾ ഹൈഡ്രജനും 10 മോൾ ഓക്സിജനും എടുത്താൽ ഹൈഡ്രജൻ ഈസ് ദി ലിമിറ്റിംഗ് റിയാക്റ്റൻസ്. ഹൈഡ്രജൻ മുഴുവൻ ഉപയോഗിക്കപ്പെടും, 5 മോൾ ഓക്സിജൻ ബാക്കിയുണ്ടാവും. സോ ഹൈഡ്രജൻ ഈസ് ദി ലിമിറ്റിംഗ് റിയാക്റ്റൻസ് ആൻഡ് ഇറ്റ് ഗീവ്സ് 10 മോൾ ഓഫ് വാട്ടർ. ഇനി നേരെ തിരിച്ച് നമ്മൾ 12 മോൾ ഹൈഡ്രജനും 5 മോൾ ഓക്സിജനുമാണ് എടുക്കുന്നതെങ്കിൽ എന്ത് വരും? ഓക്സിജൻ ഈസ് ദി ലിമിറ്റിംഗ് റിയാക്റ്റൻസ്. 5 mole oxygen requires only 10 mole of hydrogen for complete reaction and 2 mole of hydrogen is left behind after the reaction. So here oxygen is the limiting reactant and it gives how many moles of water? 5 mole oxygen gives 10 mole water. So we get only 10 mole of water. ഒരു ക്വസ്റ്റ്യൻ നോക്കാം, ലിമിറ്റിംഗ് റിയേജൻ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ. 50 kilogram nitrogen and 10 kilogram hydrogen combines to form ammonia. Which is the limiting reagent? Calculate the amount of ammonia formed and also calculate the amount of excess reactants. This is question. 50 kilogram nitrogen combines with 10 kilogram hydrogen forming ammonia. Calculate the find out the limiting reagents. Calculate the amount of ammonia formed and also calculate the amount of reactant that remains unreacted or excess quantity calculate ചെയ്യാം. എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കാം. ഇവിടെ നമ്മൾക്ക് വേണ്ടത് നൈട്രജനും ഹൈഡ്രജനും ചേർന്ന് അമോണിയ ഉണ്ടാകുന്ന ബാലൻസ്ഡ് ഇക്വേഷൻ എടുക്കാം. N2 plus 3H2 gives 2NH3. ഹെയ്ബർ പ്രോസസ്സിൻ്റെ മെയിൻ ഇക്വേഷനാണിത്. N2 plus 3H2 gives 2NH3. ഇതാണ് ബാലൻസ്ഡ് ഇക്വേഷൻ. ഇതിനനുസരിച്ചാണ് ഇത് കമ്പൈൻ ചെയ്യേണ്ടത്. അതായത് ഇതിൻ്റെ മോൾസിൻ്റെ റിലേഷൻ നമുക്കിത് പല രീതിയിൽ ചെയ്യാം. ഡയറക്റ്റ് ഗ്രാമിൽ നിന്ന് കൺവേർട്ട് ചെയ്യാം, അല്ലെങ്കിൽ മോൾ എടുത്തിട്ട് ഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്യാം. ഞാനിവിടെ ചെയ്യുന്നത് മോളിൽ നിന്നും ഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്യാം. ആദ്യം മോൾസിലുള്ള റിലേഷനാണ് ആദ്യം എടുക്കുക. അപ്പോൾ നൈട്രജൻ്റെ 1 മോൾ നൈട്രജൻ combines with how many moles of hydrogen? 3 mole hydrogen giving 2 mole ammonia. ഇതാണ് ബാലൻസ്ഡ് റേഷ്യോ. 1 mole nitrogen combines with 3 mole hydrogen forming 2 mole ammonia. ഇത് നമുക്ക് തന്നിരിക്കുന്ന ഈ മാസിനെ മോൾസിലേക്ക് കൺവേർട്ട് ചെയ്യാം. 50 കിലോഗ്രാം N2 അത് എത്ര മോൾസ് വരും? നമ്പർ ഓഫ് മോൾസ്, ഒരു മാസിൽ എത്ര മോൾസ് ഉണ്ടെന്ന് എങ്ങനെയാണ് കാണുക? ഗിവൺ മാസ് ബൈ മോളാർ മാസ്. അപ്പോൾ ഇവിടെ ഗിവൺ മാസ് കിലോഗ്രാം ആണ്, ഞാൻ ഗ്രാമിലാക്കുക, 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. സോ 50,000 ഡിവൈഡഡ് ബൈ മോളിക്കുലാർ മാസ് 28. അപ്പോൾ 50,000 ബൈ 28 1785.7 മോൾസ് കിട്ടും നൈട്രജൻ്റെ മോൾസ്. 10 കിലോഗ്രാം ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ എത്രയാണ്? കിലോഗ്രാമിലെ ഗ്രാമിലാക്കുമ്പോൾ 10,000 വരും. 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, ഡിവൈഡഡ് ബൈ മോളിക്കുലാർ മാസ് 2, 5000 മോൾസ്. ഇത്രയും മോൾസ് ഓഫ് നൈട്രജൻ ആൻഡ് ഹൈഡ്രജൻ ആണ് നമുക്ക് തന്നിരിക്കുന്നത്. സോ 50 കിലോഗ്രാം നൈട്രജൻ ഈസ് 1785.7 മോൾ ആൻഡ് 10 കിലോഗ്രാം ഹൈഡ്രജൻ ഈസ് 5000 മോൾ. ഇനി ഈ തന്നിരിക്കുന്ന എമൗണ്ട് റിയാക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ബാലൻസ് ഇക്വേഷൻ N2 plus 3H2 gives 2NH3 ആണ്. സോ 1 മോൾ നൈട്രജൻ റിക്വയർസ് 3 മോൾ ഹൈഡ്രജൻ ഫോർ കംപ്ലീറ്റ് റിയാക്ഷൻ. ഇത് കംപ്ലീറ്റ് റിയാക്ട് ചെയ്യണമെങ്കിൽ നൈട്രജൻ്റെ 3 ഇരട്ടി ഹൈഡ്രജൻ വേണം. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നത് 1785.7 മോൾ നൈട്രജൻ ആണ്. അതിൻ്റെ 3 ഇരട്ടി ഹൈഡ്രജൻ ഉണ്ടെങ്കിൽ ഈ നൈട്രജൻ മുഴുവൻ റിയാക്ട് ചെയ്യും. നോക്കാം, 1785.7 മോൾ നൈട്രജൻ റിക്വയർസ് 1785.7 ഇൻറ്റു 3 ടൈംസ് ഹൈഡ്രജൻ. എത്രയാണ്? 5357.1 മോൾ ഹൈഡ്രജൻ ഫോർ കംപ്ലീറ്റ് റിയാക്ഷൻ. അതായത് ഈ നൈട്രജൻ മുഴുവൻ, തന്നിരിക്കുന്ന നൈട്രജൻ മുഴുവൻ റിയാക്ട് ചെയ്യണമെങ്കിൽ ഇത്രയും മോൾ ഹൈഡ്രജൻ വേണം. എത്ര ഹൈഡ്രജനാണ് നമുക്ക് തന്നിട്ടുള്ളത്? 10 കിലോഗ്രാം ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ 5000 മോളാണ്. ഇത്രയും മോളാണ് തന്നിട്ടുള്ളത്. നമുക്ക് വേണ്ടത് എത്രയുമാണ്? 5357.1 മോൾ ഹൈഡ്രജൻ ഈസ് റിക്വയർഡ്. അപ്പോൾ ആവശ്യമായ എത്രയും ഹൈഡ്രജൻ ഉണ്ടോ? ഇല്ല. നൈട്രജൻ മുഴുവൻ റിയാക്ട് ചെയ്യാൻ വേണ്ട ഹൈഡ്രജൻ അവൈലബിൾ അല്ല. അപ്പോൾ നൈട്രജൻ മുഴുവൻ റിയാക്ട് ചെയ്യുമോ ഈ ഗിവൺ കണ്ടീഷനിൽ? ഇല്ല, നൈട്രജൻ മുഴുവൻ റിയാക്ട് ചെയ്യില്ല. അപ്പോൾ ഹൈഡ്രജൻ മുഴുവൻ തീർന്നാലും പിന്നെയും നൈട്രജൻ ബാക്കിയുണ്ടാവും. ഓക്കെ, ഹൈഡ്രജൻ മുഴുവൻ തീർന്നു പോകും, കാരണം 5000 മോളേ ഹൈഡ്രജൻ ഉള്ളൂ.
അതിലും കൂടുതൽ, അതായത് 5357.1 ഹൈഡ്രജൻ ഉണ്ടെങ്കിലേ നൈട്രജൻ മുഴുവൻ റിയാക്ട് ചെയ്യാൻ പറ്റും. സോ ഹൈഡ്രജൻ ഈസ് ഫുള്ളി കൺസ്യൂംഡ് ആൻഡ് നൈട്രജൻ ഈസ് ലെഫ്റ്റ് ബിഹൈൻഡ് ആഫ്റ്റർ ദ റിയാക്ഷൻ. അപ്പോൾ ഈ തന്നിരിക്കുന്ന എമൗണ്ട് അനുസരിച്ച് ഹൈഡ്രജൻ മുഴുവൻ റിയാക്ട് ചെയ്യപ്പെടും, നൈട്രജൻ കുറച്ച് ബാക്കിയാവും. സോ വിച്ച് ഈസ് ലിമിറ്റിംഗ് റിയേജൻറ്റ്? ഹൈഡ്രജൻ ഈസ് ദി ലിമിറ്റിംഗ് റിയേജൻറ്റ്. Fully used reagent is limiting reagent. So hydrogen is the limiting reagent. Okay, മനസ്സിലായില്ലേ? അങ്ങനെയാണ് ലിമിറ്റിംഗ് റിയേജൻറ്റ് കണ്ടുപിടിക്കുക. ഇനി നമുക്ക് ലിമിറ്റിംഗ് റിയേജൻറ്റ് കിട്ടി. ഇനി എന്താ കണ്ടുപിടിക്കേണ്ടത്? എമൗണ്ട് ഓഫ് അമോണിയ ഫോംസ്. ഈ ഗിവൺ എമൗണ്ടിൽ നിന്നും എത്ര അമോണിയ ഫോം ചെയ്യും, അതെങ്ങനെയാണ് ഡിസൈഡ് ചെയ്യുക? ലിമിറ്റിംഗ് റിയേജൻ്റാണ് പ്രോഡക്റ്റിൻ്റെ എമൗണ്ട് ഡിസൈഡ് ചെയ്യുക. അപ്പോൾ ഇവിടെ ഏതാണ് ലിമിറ്റിംഗ് റിയേജൻറ്റ്? ഹൈഡ്രജൻ. അപ്പോൾ ഹൈഡ്രജൻ എത്രയുണ്ടോ അതിനനുസരിച്ചാണ് പ്രോഡക്റ്റ് ഉണ്ടാവുക. സോ ദി എമൗണ്ട് ഓഫ് അമോണിയ ഫോംഡ് ഈസ് കാൽക്കുലേറ്റഡ് ഫ്രം ദി എമൗണ്ട് ഓഫ് ഹൈഡ്രജൻ. ഹൈഡ്രജൻ മുഴുവൻ ഉപയോഗിക്കുന്നുണ്ട്. എത്ര മോൾ ഹൈഡ്രജനാണുള്ളത്? 10 കിലോഗ്രാം ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ 5000 മോളാണ്. അത് കംപ്ലീറ്റ് റിയാക്ട് ചെയ്താൽ എത്ര അമോണിയ ഉണ്ടാവും? അപ്പോൾ ഹൈഡ്രജനും അമോണിയയും തമ്മിലുള്ള റിലേഷൻ ബാലൻസ് ഇക്വേഷനിൽ നോക്കുക. 3 മോൾ ഹൈഡ്രജൻ ഗീവ്സ് 2 മോൾ അമോണിയ. അതാണ് ബാലൻസ് ഇക്വേഷൻ്റെ ഉള്ള റിലേഷൻ. 3 മോൾ ഹൈഡ്രജൻ ഗീവ്സ് 2 മോൾ അമോണിയ. അങ്ങനെയാണെങ്കിൽ 1 മോൾ ഹൈഡ്രജൻ എത്ര മോൾ അമോണിയ തരും? 2/3 മോൾ അമോണിയ. ഓക്കെ, ഇനി നമുക്ക് എത്ര ഹൈഡ്രജൻ ഉണ്ട്? 5000 മോൾ ഹൈഡ്രജൻ ഉണ്ട്. അത് മുഴുവനും റിയാക്ട് ചെയ്തിട്ടുമുണ്ട്. സോ 5000 മോൾ ഹൈഡ്രജൻ ഗീവ്സ് ഹൗ മെനി മോൾസ് ഓഫ് അമോണിയ? 2/3 ഇൻറ്റു 5000, ദറ്റ് ഈസ് 3333.33 മോൾ ഓഫ് അമോണിയ ഈസ് ഫോംഡ്. അത്രയും അമോണിയയാണ് ഇതിൽ നിന്ന് ഫോം ചെയ്യാൻ പറ്റുക. അപ്പോൾ ലിമിറ്റിംഗ് റിയേജൻ്റാണ് പ്രോഡക്റ്റിനെ ഡിസൈഡ് ചെയ്യുക. അപ്പോൾ ലിമിറ്റിംഗ് റിയേജൻറ്റും പ്രോഡക്റ്റും തമ്മിലുള്ള റിലേഷൻ ബാലൻസ് ഇക്വേഷനിൽ നിന്ന് എടുക്കുക. അപ്പോൾ ലിമിറ്റിംഗ് റിയേജൻറ്റിൻ്റെ എമൗണ്ടിനനുസരിച്ച് പ്രോഡക്റ്റിൻ്റെ എത്ര മോൾ പ്രോഡക്റ്റ് ഉണ്ടാവുമെന്നൊന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. ഇനി നമുക്ക് ഇത്രയും മോൾസ് അമോണിയാണ് ഉണ്ടാവുന്നത്. അതിൻ്റെ എമൗണ്ട് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? അതിനെ മോളിക്കുലാർ മാസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 1 മോളിൻ്റെ മാസ് മോളിക്കുലാർ മാസാണ്. അപ്പോൾ ഇത്രയും മോൾസിൻ്റെ മാസ് കാണാൻ അതിനെ 17 അമോണിയയുടെ മോളിക്കുലാർ മാസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 56,666.66 ഗ്രാം അമോണിയ ഫോം. കിലോഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്താൽ 56.666 കിലോഗ്രാം ഓഫ് അമോണിയ ഈസ് ഫോംഡ്. ദാറ്റ് ഈസ് എമൗണ്ട് ഓഫ് അമോണിയ ഫോംഡ്. ഇനി ഇതിലൊന്നുകൂടി ഉണ്ട് എക്സസ് റിയാക്റ്റൻസ്. ഏത് റിയാക്റ്റൻ്റാണ് ബാക്കി വരിക? അതിൻ്റെ എമൗണ്ട് എത്രയാണ്? ഏത് റിയാക്റ്റൻ്റാണ് ബാക്കി വരിക? നൈട്രജൻ ഈസ് എക്സസ് റിയാക്റ്റൻസ്. ഹൈഡ്രജൻ മുഴുവൻ യൂസ് ചെയ്തു, ബാക്കിയുള്ളത് നൈട്രജനാണ്. എത്ര എമൗണ്ട് ബാക്കിയുണ്ടെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അത് നമ്മൾ കണ്ടുപിടിക്കുക. ഫുള്ളി യൂസ്ഡ് ഹൈഡ്രജനാണ്. ഹൈഡ്രജനും നൈട്രജനും തമ്മിലുള്ള റിലേഷൻ എന്താണ്? 3 മോൾ ഹൈഡ്രജൻ റിക്വയർസ് 1 മോൾ നൈട്രജൻ. ഓക്കെ, ബാലൻസ് കംപ്ലീറ്റ് റിയാക്ട് ചെയ്യാൻ 3 മോൾ ഹൈഡ്രജന് 1 മോൾ നൈട്രജനെ വേണ്ടു. അങ്ങനെയാണെങ്കിൽ 1 മോൾ ഹൈഡ്രജൻ റിക്വയർസ് ഹൗ മെനി മോൾസ് ഓഫ് നൈട്രജൻ? 1/3 മോൾ നൈട്രജൻ ഫോർ കംപ്ലീറ്റ് റിയാക്ഷൻ. 1 മോൾ ഹൈഡ്രജന് 1/3 മോൾ നൈട്രജൻ വേണം. ദെൻ നമുക്ക് എടുത്തിരിക്കുന്ന എത്ര ഹൈഡ്രജനാണ് തന്നിട്ടുള്ളത്? 10 കിലോഗ്രാം എന്ന് പറഞ്ഞാൽ 5000 മോളാണ്. സോ 5000 മോൾ ഹൈഡ്രജൻ റിക്വയർസ് 1/3 ഇൻറ്റു 5000 മോൾ ഓഫ് നൈട്രജൻ. ദറ്റ് ഈസ് 1666.67 മോൾ നൈട്രജൻ ഈസ് റിക്വയർഡ്. അപ്പോൾ ഇത്രയും ഹൈഡ്രജൻ, അതായത് 5000 മോൾ ഹൈഡ്രജനെ റിയാക്ട് ചെയ്യാൻ ഇത്രയും നൈട്രജനെ വേണ്ടു. നമുക്ക് എത്ര നൈട്രജൻ തന്നിട്ടുണ്ട്? ഇത്രയും നൈട്രജൻ തന്നിട്ടുണ്ട്. അപ്പോൾ എന്താണ്? ഇത്രയും നൈട്രജൻ ആവശ്യമില്ല. 1666.67 മോൾ ഓഫ് നൈട്രജൻ ഈസ് റിക്വയർഡ്. അപ്പോൾ ബാക്കി എത്രയുണ്ടാവും? ഗിവൺ എമൗണ്ടിൽ നിന്നും ഈ ആവശ്യമായ നൈട്രജൻ്റെ അളവ് കുറയ്ക്കുക. സോ എമൗണ്ട് ഓഫ് എക്സസ് നൈട്രജൻ ഈസ് 1785.7 മൈനസ് 1666.67 മോൾ. അത് കാൽക്കുലേറ്റ് ചെയ്താൽ 119.03 വരും. 3 മോൾസാണ് വരിക. 3 മോൾസ് നൈട്രജൻ എക്സസ് ആണ്, റിയാക്ട് ചെയ്യാതെ ബാക്കി വരുന്നു. 3 മോൾസാണ്. അതിൻ്റെ എമൗണ്ട് കണ്ടുപിടിക്കാൻ അതിനെ മോളിക്കുലാർ മാസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 3 മോൾ നൈട്രജൻ ആണുള്ളത്. എമൗണ്ട് കാണാൻ 1 മോളിൻ്റെ മാസ് 28 നെറ്റാണ്. അപ്പോൾ ഇത്രയും മോൾസിൻ്റെ മാസ് കാണാൻ ഇൻറ്റു 28, ദാറ്റ് ഈസ് 3332.84 ഗ്രാം നൈട്രജൻ ഈസ് എക്സസ്. 3 ഗ്രാം നൈട്രജൻ എക്സസ് ആണ്. ഒരു ക്വസ്റ്റ്യൻ കൂടി നോക്കാം. ലിമിറ്റിംഗ് റിയേജൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ 1.5 gram hydrogen react with 14.5 gram oxygen to form water. Which is the limiting reagents? Calculate the amount of water formed. Also calculate amount of excess reactants. എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ഹൈഡ്രജനും ഓക്സിജനും ചേർന്ന് വാട്ടർ ഉണ്ടാവുന്നതാണ് റിയാക്ഷൻ. ബാലൻസ് ഇക്വേഷൻ എഴുതാം.
H2 plus half O2 gives H2O. ഈ റിയാക്ഷൻ അനുസരിച്ച് 1 മോൾ ഹൈഡ്രജന് എത്ര മോൾ ഓക്സിജൻ വേണം കംപ്ലീറ്റ് റിയാക്ട് ചെയ്യാൻ? ഹാഫ് മോൾ. ഹൈഡ്രജൻ എത്രയുണ്ടോ അതിൻ്റെ പകുതി ഓക്സിജനാണ് കംപ്ലീറ്റ് റിയാക്ട് ചെയ്യാൻ വേണ്ടത്. സോ 1 മോൾ ഹൈഡ്രജൻ റിക്വയർസ് ഹാഫ് മോൾ ഓക്സിജൻ ഫോർ കംപ്ലീറ്റ് റിയാക്ഷൻ. ഇനി തന്നിരിക്കുന്ന എമൗണ്ടിനെ മോൾസിലേക്ക് മാറ്റുക. 1.5 ഗ്രാം ഹൈഡ്രജൻ എത്ര മോൾ വരും? 1.5/2 0.75 മോൾ. മോളിക്കുലാർ മാസ് വരെ ഡിവൈഡ് ചെയ്തു. ദെൻ 14.5 ഗ്രാം ഓക്സിജൻ എന്ന് പറഞ്ഞാൽ 14.5 ബൈ മോളിക്കുലാർ മാസ് ഓഫ് ഓക്സിജൻ 32 ഈക്വൽ ടു 0.45. ഇത്രയും മോൾ ഓക്സിജനാണുള്ളത്. ഇനി നമ്മളുടെ റിലേഷൻ അനുസരിച്ച് 1 മോൾ ഹൈഡ്രജൻ അതിൻ്റെ പകുതി ഓക്സിജൻ ഹാഫ് മോൾ ഓക്സിജൻ വേണം. അങ്ങനെയാകുമ്പോൾ ഹൈഡ്രജൻ്റെ എമൗണ്ട് എത്രയാണ്? 0.75 മോൾ. ഹൈഡ്രജൻ റിക്വയർസ് ഹാഫ് ഓഫ് 0.75 0.75/2, അതായത് 0.375 മോൾ ഓഫ് ഓക്സിജൻ ഈസ് റിക്വയർഡ്. അപ്പോൾ 0.75 മോൾ ഹൈഡ്രജൻ മുഴുവൻ റിയാക്ട് ചെയ്യാൻ ഇത്രയും ഓക്സിജനാണ് വേണ്ടത്. എത്ര ഓക്സിജൻ തന്നിട്ടുണ്ട്? 0.45 ഉണ്ട്. അപ്പോൾ ഹൈഡ്രജൻ മുഴുവൻ റിയാക്ട് ചെയ്യാൻ ആവശ്യമായ ഇത് ഇത്രയും ഓക്സിജനാണ്. അതിൽ കൂടുതൽ ഓക്സിജൻ തന്നിട്ടുണ്ട്. അപ്പോൾ ഓക്സിജൻ ബാക്കിയാണ്. ഹൈഡ്രജൻ മുഴുവൻ റിയാക്ട് ചെയ്താലും ഓക്സിജൻ ബാക്കിയാവുന്നു. അപ്പോൾ ഏതാണ് മുഴുവൻ ഉപയോഗിക്കപ്പെടുന്നത്? ഹൈഡ്രജൻ. അപ്പോൾ ലിമിറ്റിംഗ് റിയേജൻ്റ് ആരാണ്? ഹൈഡ്രജൻ. സോ ഹിയർ ലിമിറ്റിംഗ് റിയേജൻ്റ് ഈസ് ഹൈഡ്രജൻ. ഇനി നമുക്ക് അതിൽ നിന്ന് എത്ര വാട്ടർ ഉണ്ടാവുമെന്ന് നോക്കാം. അപ്പോൾ ഹൈഡ്രജനാണ് ലിമിറ്റിംഗ് റിയേജൻ്റ്, അതിനനുസരിച്ചാണ് വാട്ടർ ഉണ്ടാവുക. അപ്പോൾ ഹൈഡ്രജനും വാട്ടറും തമ്മിലുള്ള ബാലൻസ് ഇക്വേഷനുള്ള റിലേഷൻ നോക്കാം. 1 മോൾ ഹൈഡ്രജൻ ഗീവ്സ് 1 മോൾ വാട്ടർ. അങ്ങനെയാകുമ്പോൾ ഹൈഡ്രജൻ്റെ എമൗണ്ട് എത്രയാണ്? 0.75 മോൾ ഹൈഡ്രജൻ ഗീവ്സ് 0.75 മോൾ വാട്ടർ. 1 മോൾ വാട്ടർ തന്നെയാണ് തരിക. അപ്പോൾ 0.75 മോൾ ഹൈഡ്രജൻ ഗീവ്സ് 0.75 മോൾ ഓഫ് വാട്ടർ. അത് എത്ര എമൗണ്ട് ആണെന്ന് കാണാൻ അതിനെ മോളിക്കുലർ മാസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 18. 0.75 into 18, that is 13.5 gram water is formed. ഇനി ലാസ്റ്റ് എമൗണ്ട് ഓഫ് എക്സസ് റിയാക്റ്റൻസ്. ഇവിടെ മുഴുവൻ ഉപയോഗിക്കപ്പെടുന്ന ഹൈഡ്രജനാണ് ലിമിറ്റിംഗ് റിയേജൻ്റ്. അപ്പോൾ നമുക്കറിയാം 1 മോൾ ഹൈഡ്രജൻ റിക്വയർസ് ഹാഫ് മോൾ ഓക്സിജൻ ഫോർ കംപ്ലീറ്റ് റിയാക്ഷൻ. അങ്ങനെയാണെങ്കിൽ 0.75 മോൾ ഹൈഡ്രജനാണ് തന്നിട്ടുള്ളത്. എത്ര ഓക്സിജൻ വേണം ഇവിടെ എഴുതിയിട്ടുണ്ട്. 0.75 മോൾ ഹൈഡ്രജൻ റിക്വയർസ് 0.75/2 0.375 മോൾ ഓക്സിജൻ ഫോർ റിയാക്ഷൻ. അപ്പോൾ ഇത്രയും ഹൈഡ്രജൻ ഇതാണ് തന്നിട്ടുള്ള ഹൈഡ്രജൻ. അതിനും റിയാക്ട് ചെയ്യാൻ ഇത്രയും ഓക്സിജനെ വേണ്ടു. അപ്പോൾ ബാക്കി എത്ര ഓക്സിജൻ ഉണ്ട്? എക്സസ് ഓക്സിജൻ എമൗണ്ട് എങ്ങനെ കിട്ടും? ഓക്സിജൻ ഗിവൺ എമൗണ്ട് 0.45 ആണ്. അതിൽ നിന്നും യൂസ് ചെയ്ത ഓക്സിജൻ്റെ അളവ് കുറയ്ക്കുക 0.375. That is equal to 0.075 mole oxygen is excess or unreacted. അതിനെ എമൗണ്ടിലേക്ക് മാറ്റാൻ മോളിക്കുലാർ മാസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്സിജൻ്റെ മോളിക്കുലാർ മാസ് 32. സോ 0.075 into 32 ഈക്വൽ ടു 2.4 ഗ്രാം. ഇങ്ങനെയാണ് ലിമിറ്റിംഗ് റിയേജൻ്റ്, എമൗണ്ട് ഓഫ് പ്രോഡക്റ്റ് ഫോംഡ്, ഓൾസോ എക്സസ് റിയാക്റ്റൻറ്റ്, എമൗണ്ട് ഓഫ് എക്സസ് റിയാക്റ്റൻറ്റ് ഇത് കാൽക്കുലേറ്റ് ചെയ്യാം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു സ്റ്റോയിഷ്യോമെട്രിക് കാൽക്കുലേഷൻസ്, ഒരു ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷനിൽ നിന്ന് കിട്ടുന്ന യൂസ്ഫുൾ ഇൻഫർമേഷൻസ്, അല്ലെങ്കിൽ അതിൻ്റെ മാസിനെ, നമ്പർ ഓഫ് പാർട്ടിക്കിൾസിനെ, വോളിയത്തിനെ ഒക്കെ റിലേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു, നമ്പർ ഓഫ് മോൾസിനെ ഒക്കെ റിലേറ്റ് ചെയ്യാം. അതുപോലെ ലിമിറ്റിംഗ് റിയേജൻ്റ് ഓർ റിയാക്റ്റൻറ്റ്, റിയാക്റ്റൻറ്റ് ദറ്റ് ഈസ് ഫുള്ളി കൺസ്യൂംഡ് ഇൻ എ റിയാക്ഷൻ ഈസ് കോൾഡ് ലിമിറ്റിംഗ് റിയേജൻ്റ് ഓർ റിയാക്റ്റൻറ്റ്സ്. And why it is called limiting reagent? It limits the amount of product formed in a reaction. അതിൻ്റെ കാൽക്കുലേഷനൊക്കെ പഠിച്ചു. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിച്ച് മനസ്സിലാക്കി പഠിക്കുക. ഓക്കെ, ഞാൻ കുറച്ച് ഹോംവർക്ക്സ് തരുന്നുണ്ട്, അത് ചെയ്ത് നോക്കാം. താങ്ക് യു.